ആമുഖ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവിൻ്റെ വചനങ്ങൾ ഈ നിമിഷങ്ങളിൽ പങ്കുവെച്ച് തരുന്നത് ബ്രദർ മാത്യു പി.ഡി. ഷാലോമിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന, ഷാലോ ഫെസ്റ്റിവലുകൾ, ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഹോദരനാണ്. നമുക്കിപ്പോൾ കർത്താവ് നൽകുന്ന സന്ദേശം ശ്രവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ഹല്ലേലൂയ. വിശ്വസിച്ച് വലതുകരടുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ എത്തി നിന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പ്രതിപാദിക്കുക. കാരണം ദൈവം അത്ഭുതകരമായിട്ട് ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ചെങ്കടലിൽ ദൈവം അത്ഭുതകരമായി തൻ്റെ ശക്തി പ്രകടമാക്കി ഇസ്രായേൽ ജനത്തെ വരണ്ട ഭൂമിയിൽ എന്ന പോലെ മറുകരയിലേക്ക് നയിച്ച ദൈവം. എന്നാൽ മറുകര താണ്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയുള്ള അന്യവർഗക്കാർ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വിജാതീയരായ അനേക ജനതകൾ ദൈവത്തിൻ്റെ ഈ ആഹ്വാനത്തെ ചെവിക്കൊണ്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗമായി മുമ്പോട്ട് കടന്നു വരികയും ഈ ജനം ചെങ്കടൽ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹൃദയം കൊണ്ട് ഈജിപ്തിലേക്ക് തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ ഞങ്ങൾക്ക് മാംസം ഇഷ്ടം പോലെ ലഭിച്ചിരുന്നു. അവിടെയാണെങ്കിൽ മത്സ്യം ഫ്രീ ആയിരുന്നു. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മത്തങ്ങായും സവോളയൊക്കെ കഴിച്ചിട്ട് നാളുകൾ എത്രയായി. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി മുമ്പോട്ട് നയിക്കുമ്പോഴും ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം ദൈവത്തെ നകന്ന് അവർ ഈജിപ്തിലേക്ക് ഹൃദയം കൊണ്ടൊരു യാത്ര നടത്തുക. ഹൃദയം ഈജിപ്തിലേക്ക് മടങ്ങിയ അവർ ദൈവത്തെ ഹൃദയത്തിൽ ഉപേക്ഷിക്കുകയാണ്. ദൈവം വഴി നടത്തിയ ദൈവത്തെ അവർ വിസ്മരിക്കുകയാണ്. മറിച്ച് അവർ ഈജിപ്തിലെ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ ഓർത്ത് അവർ വലിയ ആവേശം കൊള്ളുക. അതുപോലെ മോശ ദൈവാരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് സമാഗമന കൂടാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ എല്ലാ കൂടാരങ്ങളിലും മുൻഭാഗങ്ങളിലിരുന്ന് പ്രായമായവർ തുടങ്ങി ചെറിയ മക്കൾ വരെ ഹൃദയം നൊന്ത് നിലവിളിക്കുക. മോശ ഒരു നിമിഷം ശ്രദ്ധിച്ചു, എന്താണ് ഇവരുടെ കരച്ചിൽ കാരണം? എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ നിലവിളിക്കുന്നത്? വാവിട്ട് മാറത്തടിച്ചിരിക്കുന്ന ജനം നിലവിളിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് മാംസം വേണം. പ്രിയമുള്ളവരെ, അവിടെ നിലവിളിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് മാംസം വേണം. അവർക്ക് മാംസം വേണം. ഇതിനു വേണ്ടിയാണ് ഈ ജനം അവിടെ ഇരുന്ന് നിലവിളിക്കുന്നത്. മോശ ഹൃദയ ഭാരത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നു. കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് മോശ ചോദിച്ചു, ദൈവമേ, ഈ ജനത്തെ ഗർഭാവസ്ഥയിൽ എൻ്റെ ഉദരത്തിലാണോ ഞാൻ വഹിച്ചത്? ഈ ജനത്തിന് ജന്മം നൽകിയ ഞാനാണോ? ഇവർ മാംസം വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇവർക്ക് ആവശ്യമായ മാംസം ഞാൻ എവിടെ നിന്ന് കൊടുക്കും? ഒന്ന്. രണ്ടാമത്തെ മോശയുടെ വിഷമം ഇതാണ്, എനിക്ക് ഈ ജനത്തെ വഹിക്കുവാൻ, ഈ ജനത്തെ താങ്ങുവാനുള്ള ശക്തിയില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകർ സമാന അവസ്ഥയിലൂടെ കടന്നു പോകുക. നൂറ്റാണ്ടുകൾക്ക് പിറകിൽ BC-യിൽ മോശ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്, ഈ ജനത്തെ എനിക്ക് മുമ്പോട്ട് വഹിക്കുവാൻ പറ്റുന്നില്ല, ഈ ജനത്തെ നയിക്കുവാനുള്ള ത്രാണി എനിക്കില്ല, ശക്തി എനിക്കില്ല. മോശയുടെ ഒരു നിലവിളിയുടെ കാരണം അതാ. ഒന്ന്, മാംസത്തിന് വേണ്ടി. രണ്ട്, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് ബലമില്ല എന്ന് പറഞ്ഞു മോശ നിലവിളിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെ നിലവിളി ഇതാ. മാതാപിതാക്കൾ പറയുന്നു, ഈ മക്കളെ എനിക്ക് എങ്ങനെ മുമ്പോട്ട് നയിക്കുവാൻ പറ്റും? അധ്യാപകർ പറയുന്നു, ഈ വിദ്യാർത്ഥികളെ എങ്ങനെ മുമ്പോട്ട് നയിക്കുവാൻ പറ്റും? അധികാരത്തിലിരിക്കുന്നവർ കൂടെയുള്ളവരോർത്ത് വ്യസനിക്കുകയാണ്, ഇവരെ എനിക്ക് എങ്ങനെ മുമ്പോട്ട് നയിക്കുവാൻ പറ്റും? പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ മാറുക. മോശയുടെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. സാഹചര്യങ്ങളെല്ലാം പഴയപടി. പുതിയ വ്യക്തികൾ പുതിയ റോളിൽ പുതിയ അവസരങ്ങളിലേക്ക് കയറി വരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പ്രതിസന്ധി എങ്ങനെയാണ് നാം അതിജീവിക്കേണ്ടത്? ഒരിക്കലൊരു ശുശ്രൂഷയിടയിൽ ഒരു സഹോദരി കാണാൻ വന്നു.
ആ സഹോദരി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുക. അവർ പറഞ്ഞു, രൂപത എന്നെ പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ കഴിവിനനുസരിച്ച് ഒരു പുതിയ ഉത്തരവാദിത്വം എനിക്ക് രൂപതയിൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല. ഞാൻ ചോദിച്ചു, എന്താ സഹോദരി അതിന് കാരണം? ആ സഹോദരി പറഞ്ഞു, അത് 2 ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പായി അവർ വിഘടിച്ച് നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുകയാണ്. അവിടേക്ക് പ്രവേശിച്ചുകൊണ്ട് എൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിപ്പോൾ മാന്യമായൊരു പേരുണ്ട്, അത് നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കൊരു ബോധ്യം കൊടുത്തു. മോശ നിലവിളിച്ചതുപോലെയാ, എനിക്ക് ഈ ജനത്തെ മുമ്പോട്ട് നയിക്കുവാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതായിട്ട് ഉയർന്നു വരുമ്പോൾ, മാനുഷികമായിട്ട് പലതും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. നമ്മുടെ മാനുഷിക അധ്വാനങ്ങൾ പരാജയപ്പെടുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ അധ്വാനങ്ങൾ ഫലം കാണാത്ത സമയങ്ങളുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ മുമ്പിൽ പോയി നിലവിളിക്കുക. മോശ നിലവിളിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിലല്ല. മോശ കർത്താവിൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ദൈവമേ, ഈ ജനത്തെ എനിക്ക് നയിക്കുവാൻ ത്രാണിയില്ല, ശക്തിയില്ല. ഈ ജനത്തെ എനിക്ക് വഹിക്കുവാൻ പറ്റുന്നില്ല. ഈ ജനത്തിൻ്റെ ഭക്ഷണത്തോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഒരു പരിധിവരെ മാംസം കഴിക്കുവാനുള്ള ഈ ജനത്തിൻ്റെ ആർത്തിക്ക് എനിക്ക് തൃപ്തി വരുത്തുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ഈ ദൗത്യത്തിൽ നിന്ന് തള്ളിക്കളയുക. പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവ് മോശയോട് പറയുക, മോശേ, നീ ഇസ്രായേൽ ജനത്തിന് 70 നേതാക്കന്മാരും ശ്രേഷ്ഠന്മാരും പ്രമാണികളുമായിട്ടുള്ള 70 പേരെ നാളെ വേർതിരിക്കുക. അവരെയും കൂട്ടി നാളെ നീ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിലേക്ക് വാ. ഇസ്രായേൽ ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ നാളെ അവരുമായി നീ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ നിരന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങി വരും. നിന്റെ മേലുള്ള ചൈതന്യത്തിൻ്റെ ഒരു പങ്ക് ഞാൻ അവരിലേക്ക് പകർന്നുകൊണ്ട് ഞാൻ ആ ജനത്തെ മുമ്പോട്ട് നയിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ മോശയുടെ പരാതിക്ക് ദൈവം ഉത്തരം കൊടുത്തു. ഈ ജനത്തെ എനിക്ക് വഹിക്കുവാൻ, ഇവരെ നയിക്കുവാൻ ത്രാണിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരു പരിഹാരം നിർദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രശ്നങ്ങളുടെ ഉത്തരം യേശുവാണ്. യേശുവാണ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിച്ചിട്ട് അനേക വർഷങ്ങളായി പരാജയപ്പെട്ടവരായിരിക്കാം നമ്മൾ. എന്നാൽ ഈ രാത്രിയിൽ തിരിച്ചറിയുക, ദൈവത്തിന് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ദൈവത്തിന് അത്ഭുതകരമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കും. വലതുകരടുത്തൊന്ന് പറയാമോ ഹല്ലേലൂയ? കരങ്ങൾ വീശെന്ന് പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. അവിടെ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുക. ഒന്നാമത്തെ പ്രശ്നം പരിഹരിച്ചു. ഈ ജനത്തെ നയിക്കുവാനുള്ള വഴി ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, കൂടെയുള്ളവരെ ഓർത്ത് വ്യസനിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതതാണ്, നീ നിന്റെ പ്രശ്നവുമായി കർത്താവിൻ്റെ കാരുണ്യത്തിന് മുമ്പിലേക്ക് ചെല്ലുക. സാക്രാരിയിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ മുമ്പിൽ നിങ്ങളുടെ സങ്കടങ്ങളുടെ കെട്ടുകൾ അഴിക്കുക. അവൻ്റെ മുമ്പിൽ നിങ്ങളുടെ പരാതികളുടെ കെട്ടുകൾ അഴിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ കരയാൻ പഠിക്കുക. യേശുവിനെ നോക്കി നിലവിളിക്കുമ്പോൾ യേശു പറഞ്ഞു തരും എങ്ങനെയാണ് നിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത്. നിനക്കൊരു അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഔദ്യോഗിക ഉത്തരവാദിത്വം വഹിക്കുന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലൊരു അഭിഷേകം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു ചൈതന്യം, ഒരു കൃപ നീ ഏറ്റെടുത്ത വ്യക്തിയാണ്. ഈ കൃപ, ഈ ശക്തി, ഈ ദൈവത്തിൻ്റെ ചൈതന്യം അസ്വസ്ഥപ്പെടുത്ത് അകന്ന് നിൽക്കുന്നതിലേക്ക് ദൈവം അയച്ചുകൊണ്ട് അവരെ ദൈവിക വഴികളിലൂടെ മുമ്പോട്ട് നയിക്കാമെന്ന് ഈ സംഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലതുകരടുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, ഈ ജനത്തിന് മാംസം വേണം. അവർ പിടിവാശിയിൽ ഉറച്ചു നൽകിയ അവരുടെ കരച്ചിലിൻ്റെ സങ്കടത്തിൻ്റെ ഏക കാരണം ഇതാണ്, അവർക്ക് മാംസം വേണം. കർത്താവ് മോശയോട് പറയുകയാണ്, മോശേ, ഈ ജനത്തിന് ആവശ്യമായ മാംസം ഞാൻ തരും. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ 10 ദിവസത്തേക്കല്ല, മറിച്ച് 1 മാസത്തേക്ക്, അതായത് വായിലൂടെ കഴിച്ച് മൂക്കിലൂടെ പുറന്തള്ളുവോളം അവർ ഇത് മനം മടുത്ത് ഇറച്ചി ഓക്കാനിച്ച് ഛർദ്ദിക്കുന്നത് വരെ. ചുരുക്കത്തിൽ പറഞ്ഞ കർത്താവ് പറഞ്ഞതാണ്, യുവമാരുടെ ആർത്തി തീരുവോളം ഞാൻ എന്ത് തരും? ഇറച്ചി തരും. ഇറച്ചി തിന്ന അവസാനം
ഇറച്ചി കാണുമ്പോൾ കുടഞ്ഞിട്ട് ഛർദ്ദിക്കുന്ന ഗോലത്തിൽ ഇവരെ ഞാൻ ആക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥയാണ് ദൈവം പറഞ്ഞത്. അപ്പം മോശ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നീ തമാശ പറയുകയാണ്. മോശയുടെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം, അവൻ്റെ നേതൃത്വ പാടവം, അവൻ്റെ കഴിവ്, അവൻ്റെ അറിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സാധ്യതകൾ ഉണരുകയെ അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ തമാശ പറയുകയാണോ? യുദ്ധം ചെയ്യാൻ കഴിവുള്ള 6 ലക്ഷം യോദ്ധാക്കൾ മാത്രം എൻ്റെ കൂടെയുണ്ട്. എത്ര ലക്ഷമാ? 6 ലക്ഷം. അതായത് മോശ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാ, ഒരു കാളയോ ആടിനെ കൊന്നം കിട്ടുകൊടുത്താൽ അതിൻ്റെ ഒരു കുറവ് ഒറ്റയ്ക്ക് തിന്ന് തീർക്കാൻ പറ്റുന്ന ശേഷിയുള്ളവരും അതുമാത്രം ഭക്ഷണം കഴിക്കുന്നവർ തന്നെ എത്രയുണ്ട്? 6 ലക്ഷം. അപ്പം ബാക്കി വരുന്ന ജനസംഖ്യയോ? നീ എത്രമാത്രം കാളകളെ അറക്കും, നീ എത്രമാത്രം ആടുകളെ ഒരുമിച്ച് കൂട്ടും, നീ കടലിലെ മത്സ്യങ്ങളെ എത്രമാത്രം ഒരുമിച്ച് കൂട്ടും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ഹല്ലേലൂയ. കർത്താവ് പറയാ, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് മോശേ നീ ഇന്ന് കാണും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവവൈദ്യനോട് സ്വർഗം പറയുന്ന ഏക സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ നീളം, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലുതായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രകടമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വലതുവരെടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ നീ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മോശ ദൈവത്തോടൊരു വഴി പറയുക, അവനൊരു ഉപായം പറഞ്ഞു കൊടുക്കുക. നീ എന്ത് വിഡിതമാ ദൈവമേ ചെയ്യാൻ പോകുന്നത്? 6 ലക്ഷം യോദ്ധാക്കൾ തന്നെ, ബാക്കി ലക്ഷക്കണക്കിന് ജനം അവൻ്റെ കൂടാരങ്ങളിൽ തിങ്ങി നിൽക്കുക. പ്രിയമുള്ളവരെ, വലിയൊരു ലക്ഷക്കണക്കിന് ജനം കൂടെയുണ്ട്. ദൈവത്തോട് അവൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുക, ദൈവമേ വിഡിത്തം പറയരുത്, വിഡിത്തം നീ പുലമ്പരുത്. കാരണം യോദ്ധാക്കൾ തന്നെ 6 ലക്ഷം. എത്രമാത്രം മത്സ്യം അല്ലെങ്കിൽ എത്രമാത്രം കാളകൾ, എത്രമാത്രം ആടുകളെ നീ ഒരുമിച്ച് കൂട്ടും, അറവ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പ്രാർത്ഥനയിൽ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരാ. നമ്മുടെ കടബാധ്യത മാറുവാൻ ദൈവമേ നീ ഇതൊരു കാര്യം ചെയ്യ്, എൻ്റെ സ്ഥലമൊന്ന് വിൽക്ക്, ലോട്ടറി അടിക്കേണ്ട നിന്റെ ജീവിതത്തെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നില്ലേ, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഒരുവന് സമ്പത്ത് നൽകുന്നത്, അതിൽ അവിടുന്ന് ദുഃഖം കലർത്തുന്നില്ല. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആകരുത് നമ്മുടെ പ്രാർത്ഥനകൾ. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പല വഴികൾ പറഞ്ഞു കൊടുക്കുക. ദൈവമേ ഇന്ന കാര്യം നീ എൻ്റെ ജീവിതത്തിൽ ചെയ്താൽ മതി, ഇന്ന മേഖലയിൽ നീ ഇന്ന് ഇടപെട്ടാൽ മതി, ഈ എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും. ഈ രാത്രി ദൈവം ചോദിക്കുകയാണ്, നീ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ ആരാണ്? പ്രിയമുള്ളവരെ, മോശയുടെ ചഞ്ചലിപ്പ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ആശങ്ക അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ കരകൾക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് ഇന്നു നീ കാണും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം തളർന്നു പോകേണ്ടവരല്ല, മറിച്ച് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ഒരു കാര്യം ചെയ്യണം, ദൈവത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. ഒരവിശ്വാസത്തിൻ്റെ ചിന്ത ഉയരരുത്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ നടന്ന് അത്ഭുതം പ്രവർത്തിച്ച ആ മോശയുടെ കരങ്ങൾ നീട്ടിയിട്ടല്ലേ ചെങ്കടൽ വിഭജിച്ചത്? അവൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അടിച്ചിട്ടല്ലേ പാറ പിളർന്ന് ഇസ്രായേൽ ജനത്തിന് ജലമൊഴുക്കിയത്? എവിടെ പോയി മോശയുടെ ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം? എവിടെ അവൻ വഴിമാറുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം പറയുകയാണ്, മോശേ നീ വെയിറ്റ് ചെയ്യ്, ഇതാ ഇന്ന് നീ ഇത് കാണാൻ പോകുക, ഇന്ന് നീ ഇത് കാണാൻ പോകുക. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ഞാനൊരു വ്യക്തിയുടെ ജീവിത അനുഭവം ഓർക്കുക. ബാംഗ്ലൂർ വെച്ച് നടന്നൊരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രമേഹം വളരെ ഉയർന്നു നിൽക്കുക, അതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞിന് ജന്മം കഴിഞ്ഞ് 10 വർഷമായി, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരെ മാറി മാറി കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു, സഹോദരിക്ക് ഇത്രമാത്രം ഷുഗർ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഇനി ഒരു ഗർഭധാരണം സാധ്യമല്ല. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാണ്,
അനേക വർഷമായ നഗരത്തിൽ മാറി മാറി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഇനിയെങ്കിലും സ്വന്തമായ ഒരു ഭവനം വേണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ മകൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി ഒരു സന്ദേശം ലഭിക്കുക. പരിശുദ്ധ ദൈവമാതാവ് ഇറങ്ങി വരുന്നു. മാതാവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിയിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഭാര്യയുടെ മടിയിൽ പരിശുദ്ധ ദൈവമാതാവ് എന്നൊരു കുഞ്ഞിനെ വെച്ച് തരുന്നു. രണ്ടാമത് അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, നിങ്ങൾക്ക് 2 നിലയുള്ള മനോഹരമായൊരു ഭവനം ഈ നഗരത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. മൂന്നാമത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി, നിങ്ങൾക്ക് വില കൂടിയ മനോഹരമായ ഒരു കാറും കർത്താവ് തരും. പ്രിയമുള്ളവരെ, 2013 ഈ വ്യക്തിക്ക് വേണ്ടി കണ്ടത്, സംസാരിച്ചത്. 2015 ബാംഗ്ലൂർ മറ്റൊരു ശുശ്രൂഷിക്കുന്നപ്പോൾ അവിചാരിതമായി വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം വന്ന് സൗഹൃദം പുതുക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര കാര്യങ്ങളൊക്കെ എന്തായി? അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ആ മാസം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഇന്ന് അവൻ മിടുക്കനായി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 മാസത്തിനുള്ളിൽ ബാംഗ്ലൂർ നഗരത്തിൽ അദ്ദേഹത്തിന് മനോഹരമായ ഒരു 2 നില വീട് കർത്താവ് നൽകി. അടുത്ത മാസം അദ്ദേഹത്തിന് ഒരു പുതിയ വില കൂടിയ കാർ നൽകി. പ്രിയമുള്ളവരെ, എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല, അദ്ദേഹം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു MBA കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ MBAയുടെ സിലബസ് ക്രമീകരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അനേക PhDകൾ ഇദ്ദേഹത്തിനുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇൻ്റർനെറ്റിലൂടെ സുവിശേഷം കൊടുത്തുകൊണ്ട് ഈ ജോലികളെല്ലാം രാജിവെച്ച് ഇന്ന് ബാംഗ്ലൂർ നഗരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ടീഷർട്ട് ഓർഡർ എടുത്ത് നിർമ്മിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാനം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുക. എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ സാധ്യതകളല്ല നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. നിന്റെ കഴിവുകളല്ല നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. മറിച്ച് ആ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാനാവുമോ? ആ ദൈവത്തിൽ ശരണം വെക്കുവാനാകുമോ? നിന്റെ രോഗങ്ങളോ പ്രശ്നങ്ങളോ കടഭാരങ്ങളോ ഒരു അനേക വർഷമായി വാടക വീട്ടിൽ മാറി മാറി താമസിക്കുന്ന വ്യക്തിയോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ അത്ഭുതകരമായിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർക്കാമോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. ഈ ലോകമെമ്പാടും നിങ്ങളോട് ചേർന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി വ്യക്തികൾ കത്തുകളിലൂടെ, ഇമെയിലൂടെ, ഫോണിലൂടെയും അവരുടെ നിയോഗങ്ങൾ ഷാലോമിലേക്ക് അറിയിച്ചുകൊണ്ട് ഈ രാത്രിയിൽ അവരും ഉണർന്നിരിക്കുന്നു. നമ്മോട് ചേർന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. സംഖ്യ 11:23 യേശു ക്രിസ്തു ഈ രാത്രി നിനക്ക് വേണ്ടി നൽകിയ ദൂത, മനം തകർന്നിരിക്കുന്ന നിനക്ക് വേണ്ടി, രോഗത്തിൻ്റെ ഭാരത്താൽ തളർന്നുപോയ കുനിഞ്ഞുപോയ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയൊരു ദൂതാണ്. അവൻ ചോദിക്കുക, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് ഇന്ന് നീ കാണും. നിങ്ങളുടെ രോഗങ്ങൾ, കടഭാരങ്ങൾ, മക്കളെക്കുറിച്ചുള്ള അവസരങ്ങൾ എല്ലാം ഒന്ന് സമർപ്പിക്കുക. അനേക വർഷമായി വാടക വീട്ടിൽ മാറി മാറി താമസിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ ചെയ്ത സകല ബിസിനസ്സുകളും പരാജയപ്പെട്ടൊരു വ്യക്തിയാണോ? നിന്റെ കുടുംബമെന്ന സമാധാനം നഷ്ടപ്പെട്ടൊരു കുടുംബമാണോ? നിന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നീ വ്യസനപ്പെടുന്നോ? അവരുടെ വിവാഹ തടസ്സങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളില്ലേ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 2 കരമൊന്ന് ഉയർത്താമോ? പ്രിയപ്പെട്ടവരെ, യേശുവിന് അസാധ്യമാം വിധം, യേശു കർത്താവിന് അസാധ്യമാം വിധം നിന്റെ ജീവിതത്തെ യാതൊന്നുമേ സംഭവിച്ചിട്ടില്ല. ജെറമ്യാ 33:3 അവൻ അരുളി ചെയ്തില്ലേ, എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഇപ്പോൾ ഈ സമൂഹത്തോട് ചേർന്ന് എല്ലാവരും 2 കരങ്ങളും ഉയർത്തുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെയോ? ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഈ രാവിൽ പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്റെ മേൽ താണിറങ്ങാൻ പോകുകയാണ്. ചെങ്കടൽ വിഭജിച്ച കർത്താവ്, ഇസ്രായേൽ ജനത്തിന് വാറ വളർന്ന് ജലം നൽകിയ ദൈവം, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ.
പ്രിയമുള്ളവരെ, യോഹന്നാൻ 11:40 അവൻ അരുളി ചെയ്തില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്തിട്ടില്ലേ. ഹബക്കൂക്ക് 1:5 അവൻ പറഞ്ഞില്ലേ, ഇതാ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. 2 കരമുയർത്തി അകരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം നുറങ്ങിയത് നിലവിളിയാവിൽ ഉയരട്ടെ. യേശുവേ എന്ന് ചങ്കപൊട്ടി എന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി, അങ്ങയുടെ ആഴപ്പെടുന്ന കർത്താവേ, ഈ രാത്രിയിൽ അവിടെ ഉയർത്തണമേ. നിന്റെ ജനത്തിന്റെ കടമേറ്റി തുടച്ചു മാറ്റണമേ. രോഗികൾ, കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തലവാത രോഗികൾ എഴുന്നേൽക്കട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മരണത്തോട് മല്ലടിക്കുന്ന മാരക രോഗങ്ങൾ വെളിപ്പെട്ടവർ ഈ രാത്രി കർത്താവിന്റെ കരത്തിന്റെ ശക്തിയാൽ പുതുജീവൻ പ്രാപിക്കട്ടെ. തകർന്നുപോയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. യേശുവേ, യേശുവേ, അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, ഒരു അനുഗ്രഹത്തിന്റെ കിടക്കത്ത് ഈ രാത്രി ഈ ആലയത്തിൽ അവിടെ നടിച്ചു വിടണമേ. ലോകം മുഴുവൻ അനുഗ്രഹത്തിന്റെ ഒടുങ്ങാൻ ദയക്കണമേ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ രോഗികൾ സുഖം പ്രാപിക്കട്ടെ. തകർച്ചകൾ മാറട്ടെ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ കരങ്ങളടിച്ച് ചേർന്ന് പാടും. അതെ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ കരങ്ങളൊന്ന് ഉയർത്തിയടിച്ചേ.